ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു നമ്മുടെ ഫസ്റ്റ് വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ വീക്കിലെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണിത്. രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മുടെ ചാനലിലെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ബിൽ ഗേറ്റ്സിൻ്റെ ഒരു കോട്സുമായി ബന്ധപ്പെട്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കോട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഈ തമ്പനയിൽ കണ്ട പോലെ തന്നെ, ഇഫ് യുവർ ബിസിനസ് ഈസ് നോട്ട് ഓൺ ദ ഓൺലൈൻ യു വിൽ ബി ഔട്ട് ഓഫ് ദ ബിസിനസ്. മിഡ് 90s ആയിട്ടാണ് നമ്മുടെ ബിൽ ഗേറ്റ്സ്, അതായത് മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടറും CEO ഒക്കെ ആയിട്ടുള്ള ബിൽ ഗേറ്റ്സ് ഈ കോട്ട് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് തന്നെ അദ്ദേഹം അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്ത് പറഞ്ഞ ഒരു സബ്ജക്റ്റാണത്. നിങ്ങളുടെ ബിസിനസ് ഓൺലൈനിൽ പ്രസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകാതെ തന്നെ ബിസിനസ് എന്നുള്ള ആ ഒരു സ്പെക്ട്രത്തിൻ്റെ ഔട്ട് പുറത്തു പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് നോക്കാം. കാരണം നിങ്ങൾക്കിപ്പോൾ ആർക്കെങ്കിലും ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാറ്? റെസ്റ്റോറൻറ്റ്സ് നിയർ മീ എന്ന് നമ്മൾ ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും നിങ്ങളുടെ അടുത്തുള്ള കുറച്ച് ഹോട്ടൽസിൻ്റെ ഡീറ്റെയിൽസ് ഗൂഗിൾ നമുക്ക് സജസ്റ്റ് ചെയ്ത്. ഓക്കെ, സോ ബേസിക്കലി നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു സെർച്ച് എഞ്ചിനാണ് നമ്മുടെ ഗൂഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, മെജോറിറ്റി ഓഫ് ദ കൂടുതൽ കൺട്രീസിലും ഇത് തന്നെയാണ് കൂടുതൽ പോപ്പുലർ. വേറെ ഒരുപാട് സെർച്ച് എഞ്ചിൻസ് ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ കാണുന്നത് നമ്മൾ ഗൂഗിൾ ചെയ്യാമെന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. നിങ്ങളുടെ ഏറ്റവും ജോഗ്രഫിക്കൽ ബേസിൽ നിങ്ങൾക്ക് ഒരുപാട് സജഷൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സംഭവത്തിൽ. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മെയിനായിട്ടും നോക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഏതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരു ബിസിനസ്സിൽ ചെയ്യാൻ പറ്റുന്നത് വഴി നിങ്ങളുടെ ഡിജിറ്റൽ പ്രസൻസ് എങ്ങനെ നമുക്ക് കസ്റ്റമേഴ്സിന്റെ മുന്നിൽ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കേസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷെയർ ചെയ്ത എക്സാമ്പിൾ തന്നെ ഗൂഗിൾ മൈ ബിസിനസ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ഗൂഗിൾ മൈ ബിസിനസ്. അതായത് നമ്മുടെ ബിസിനസ്സോ അല്ലെങ്കിൽ സർവീസോ നമുക്ക് ഇപ്പോൾ ഗൂഗിളിൻ്റെ ഒരു ഫ്രീ സർവീസാണ് അത് ഗൂഗിൾ മൈ ബിസിനസ്. അതുപോലെ തന്നെ പ്രൊഫൈൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ കമ്പനീസിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് അഡ്രസ്സിനെ കുറിച്ചോ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചോ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ബിസിനസ്സിൻ്റെ ആ ഒരു ടച്ച് പോയിന്റ് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ആ റെസ്റ്റോറൻറ്റ് നിയർ മീ എന്ന് എടുക്കുമ്പോൾ നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഏതൊരു സർവീസും, വേറെ ഒരു സർവീസ് പറയുകയാണെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ സർവീസാണ് നിങ്ങളുടെ ബിസിനസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ മൈ ബിസിനസ്സിൽ ആ ഫൈനാൻഷ്യൽ സർവീസിൻ്റെ ലൊക്കേഷനും അതുപോലെ ഓഫീസും അതുപോലെ തന്നെ ഡയറക്ഷനും ഫോട്ടോസും പിന്നെ നിങ്ങൾ ഒരു അബൌട്ട് സെക്ഷനും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഈസിലി നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സർവീസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സർവീസ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആരും ഉണ്ടാവില്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് തന്നെ ക്രിയേറ്റ് സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ഫോർ യുവർ ബിസിനസ്. ഓക്കെ, അതായത് മെയിനായിട്ട് നമ്മളൊരു കസ്റ്റമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പ്രൊഡക്റ്റ് സർവീസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് പോകുന്ന ഒരു കാര്യം ഗൂഗിൾ. അത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം പോലെ തന്നെ ഗൂഗിൾ മൈ ബിസിനസ് ആയിരുന്നു. സെക്കൻഡ് വൺ മെയിനായിട്ട് നമ്മൾ നോക്കാറുള്ളത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് അത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ അവരെ ബിസിനസ് പ്രൊഫൈൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് അവരെ ഒരു പേജോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസോ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസോ ഒക്കെ നമുക്ക് അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത് അവരുടെ ഫോളോവേഴ്സിൻ്റെ നമ്പേഴ്സ്, അതുപോലെ തന്നെ അവരുടെ വീഡിയോസിൻ്റെ വ്യൂസും, ഇങ്ങനെ ഒരുപാട് ടച്ച് പോയിന്റ്സ് അവർക്ക് മനസ്സിലാക്കാൻ, അതുപോലെ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്കിനെ കുറിച്ചോ കസ്റ്റമേഴ്സ് ഷെയർ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഒരു സോഷ്യൽ മീഡിയ പ്രസൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത്. ഒരുപാട് മീഡിയംസ് അവൈലബിൾ ആണ് സോഷ്യൽ മീഡിയയിൽ. ഫസ്റ്റായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറയാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, സെയിം കമ്പനി തന്നെയാണ്. നമുക്ക് മൂന്നാമതായി പറയുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനായ യൂട്യൂബ്.
അപ്പോൾ ഇങ്ങനെ ഒരുപാട് കേസുകളിൽ ഒരുപാട് മീഡിയംസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ ലിസ്റ്റ് ചെയ്യാനും അതുവഴി നിങ്ങളുടെ സോഷ്യൽ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രസൻസിനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനും സാധിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബിസിനസ്സിന് അവരുടെ സ്വന്തം പേര് ഒരു ഡൊമൈനൊക്കെ വാങ്ങിയിട്ട് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സാധനമോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റോ സർവീസോ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കമ്പനീൻ്റെ വെബ്സൈറ്റ് അവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഒരുപാട് ഡീറ്റെയിൽസ് മീൻസ് നമ്മളൊരു ഗൂഗിൾ മൈ പ്രൊഫൈലിൽ നിന്നുള്ള ആ ഒരു ഫ്രീ സർവീസ് ഒന്ന് മാറി നോക്കുമ്പോൾ ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസ്, കസ്റ്റമേഴ്സ് ബേസ്, അതുപോലെ ടെസ്റ്റിമോണിയൽ, അതായത് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ കൊടുക്കാനും പറ്റും. പിന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങളെ പ്രൊഡക്റ്റ് ആ ഒരു വെബ്സൈറ്റിലൂടെ തന്നെ നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ്റെ കേസിൽ ഇത് കുറച്ചുകൂടി കോസ്റ്റ് ഉണ്ട്. കാരണം ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അതിനു വേണ്ടി കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളിലൂടെയൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ ഡിജിറ്റൽ പ്രസൻസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സ് സെർച്ച് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് അതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ പഠിക്കാനും അവർക്ക് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അതായത് അവർക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങണോ അതോ വേണ്ടേന്നൊക്കെ ആ ഒരു വെബ്സൈറ്റിൻ്റെയോ അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയ പ്രസൻസിൻ്റെ ഒക്കെ ബേസിൽ അവർ ഡിസൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മിസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അത് നെഗറ്റീവായിട്ട് നിങ്ങളെ സെയിൽസിനൊക്കെ ഇമ്പാക്റ്റ് ചെയ്യാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. കാരണം നമ്മളുടെ ക്രെഡിബിലിറ്റിനെ ബാധിക്കും. നമ്മുടെ ഒരു ബിസിനസ് ഇപ്പോഴത്തെ കാലത്ത്, അതായത് പ്രസന്റ് സിറ്റുവേഷനിൽ ഈ ഒരു സെറ്റപ്പ് ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ഈസിലി പെർസീവ് ചെയ്യും, ഓക്കെ നിങ്ങളുടെ ബിസിനസ് അത്ര അപ്ഡേറ്റഡ് ഒന്നല്ല, ഇവർ ഒരു ചെറിയ സെറ്റപ്പാണ്, അങ്ങനെ ഒരു സംഭവം, ഒരു ഇമാജിനേഷൻ അവിടെ ക്രിയേറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 3 കാര്യങ്ങളും കവർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള പ്രോബ്ലംസോ ഫേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ ഒരു കേസിലൊക്കെ. അതായത് ബേസിക് ബിസിനസ് സെറ്റപ്പ് ഫോർ സോഷ്യൽ മീഡിയ ഓർ ഡിജിറ്റൽ പ്രസൻസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായി 3 കാര്യങ്ങളാണ് പഠിച്ചത്. 3 കാര്യങ്ങൾ ഒരു ബിസിനസ്സിൻ്റെ ഡിജിറ്റൽ പ്രസൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നത്തെ കാലത്ത് ഒരുവിധം എല്ലാ ബിസിനസ്സുകളും ഇത് ചെയ്യുന്നതാണ്. ബട്ട് ഈവൻ ദോ ഒരുപാട് ആളുകൾ ഇത് ചെയ്യാതെ ഇപ്പോഴും ആ ഒരു ട്രഡീഷണൽ വേയിലാണ് നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഗൈൻ ഞാൻ ആ ഫസ്റ്റ് പറഞ്ഞ കോട്ടിലേക്കൊന്ന് പോയി നോക്കാം. ഇഫ് യുവർ ബിസിനസ് ഈസ് നോട്ട് ഓൺ ദ ഓൺലൈൻ യു വിൽ ബി ഔട്ട് ഓഫ് ദ ബിസിനസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെയിനായിട്ടും നമ്മുടെ ഡിജിറ്റൽ പ്രസൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, അതായത് പ്രസന്റ് മാർക്കറ്റിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഈ വീഡിയോ കണ്ടതിന് ശേഷം. നമ്മളിനി വരാൻ പോകുന്ന ആഴ്ചകളിൽ ഒരുപാട് പുതിയ കോണ്ടന്റ്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ ഒരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ചുകൂടി നല്ല കോണ്ടന്റ്സ്, അതുപോലെ തന്നെ കുറച്ചുകൂടി റെലവൻ്റ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ഷെയർ ചെയ്യാനൊക്കെ പറ്റുക. എനിവേ, ഒരു അടുത്ത വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ.